ഇതേ മാനസികാവസ്ഥ തന്നെയാണ് കോൺഗ്രസിൻ്റെ താഴെ തലത്തിലുള്ള ആളുകളിലും കാണാനാവുക. ആനന്ദകുമാർ എന്ന ഗുണഭോക്താവിന് അനുവദിച്ച 6500 രൂപയുടെ ഭക്ഷ്യ കൂപ്പൺ അത് കോൺഗ്രസ് നേതാവായിട്ടുള്ള കൗൺസിലർ തട്ടിയെടുത്തപ്പോൾ അത് സംബന്ധിച്ചൊരു വാർത്ത പോലും കൊടുക്കാൻ സാധിച്ചില്ല. കോൺഗ്രസിനിട്ട് നിലപാട് സ്വീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിനെയും വലതുപക്ഷ മാധ്യമങ്ങളെയും സ്വാധീനിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. കുറേ ദിവസമായി ചില വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൂപ്പൺ തട്ടിപ്പിനെ സംബന്ധിച്ച്. അതും ഭക്ഷ്യ കൂപ്പൺ എന്ന് പറയുന്നത് അതിദരിദ്രരായ ആളുകളുടെ അതിദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി നൽകുന്ന കൂപ്പണാണ് യഥാർത്ഥത്തിൽ തട്ടിച്ചത്. ആ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 5500 6000-ത്തിനടുത്ത് ഉറുപ്പിക യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് തട്ടിയെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു വാർത്തയും അതിൻ്റെ ഭാഗമായിട്ട് ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതേ ചേർത്തലയിൽ തന്നെയാണ് മുമ്പ് ഓമനക്കുട്ടനുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച് പരിഹാസിയായത്. അപ്പോഴെന്തൊരു ജാഗ്രതയായിരുന്നു മാധ്യമങ്ങൾക്കെല്ലാം. ഓമനക്കുട്ടൻ ഇങ്ങനെ പൈസ വാങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത കൊടുത്തല്ലോ, കള്ള പ്രചാരവേല. പിന്നെ അവരത് മാറ്റി എന്നുള്ളത് ശരിയാണ്, മാറ്റേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുന്നേറ്റത്തെ തമസ്കരിക്കുന്ന രീതിയാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോഴും പിന്തുടരുന്നത് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് പരിപൂർണമായിട്ട് പിന്തുണ നൽകുകയോ അവരുടെ മുമ്പിൽ നടക്കുകയോ ചെയ്യുന്ന വലതുപക്ഷ മാധ്യമങ്ങളും എന്ന കാര്യം ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുക. ജമാഅത്തെ ഇസ്ലാമിയുമായി ഉള്ള ബന്ധം പരസ്യമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വാർത്ത. അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ കൂട്ടുകെട്ട് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ രഹസ്യ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ്, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ് പരസ്യമായിട്ട് ഈ വാർത്ത കൊടുത്തത്. യഥാർത്ഥത്തിൽ UDFൻ്റെ കൺവീനറോ അല്ലെങ്കിൽ KPCCൻ്റെ പ്രസിഡന്റ് സണ്ണി ജോസഫോ ആണ് ഈ വാർത്ത കൊടുക്കേണ്ടത്. കൺവീനർ അല്ലെങ്കിൽ ചെയർമാൻ, പ്രതിപക്ഷ നേതാവ്, അവരല്ല പറയുന്നത് കെ പ്രവീൺ കുമാർ എന്ന കോൺഗ്രസിൻ്റെ കോഴിക്കോട് DCC പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി ധാരണയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും SDPIയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ചേർന്നാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് എന്ന് അവരും അവരുടെ പിന്തുണ നേടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് അവർ മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞത് അവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോഴാണ് പറയുന്നത് പരസ്യമായിട്ടില്ല. എന്നാൽ ഇതേ സന്ദർഭത്തിൽ UDFൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗും UDFും ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്.